നമുക്ക് ഇപ്പം നമ്മുടെ കൂടെയുള്ളവരുമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അസോസിയേഷൻ, ആ ബന്ധം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള പല ആൾക്കാരും മഹാത്മാക്കളായിട്ട് നമ്മൾ കാണുന്നത്. കാരണം അവരെ മഹാത്മാക്കളായിട്ട് കണ്ടാലേ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരെ കുറവുള്ളതായിട്ട് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ? ഈ മഹാത്മാക്കളെന്നും ശാസ്ത്രജ്ഞന്മാരെന്നും നേതാക്കളെന്നും പറയുന്നവരെല്ലാം നേതാവാനുള്ള കാരണം എന്താ? അല്ലെങ്കിൽ അവർ മഹാത്മാക്കളായി എന്ന് പറയാനുള്ള കാരണം അവരിൽ മഹത്തായ ഒരു ജീവിതം ഉള്ളത് കൊണ്ടാണ്, അല്ലേ? അല്ലാതെ സ്വന്തമായിട്ട് ജീവിതം കണ്ടുപിടിച്ചവരോ ഒരു രോമം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഏതെങ്കിലും മഹാത്മാക്കളെയോ ഗുരുക്കന്മാരെയോ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഈ മഹത്തായ ജീവിതമാണ്. അപ്പം ഇതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മളിലുള്ള മഹാത്മ്യം നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയാതെ പോണത്, അപ്പം നമുക്ക് എന്താ സംഭവിക്കുക? കാരണം ഈ ജീവിതം ഉപയോഗിച്ച്, കാരണം ആ സമയത്ത് ആരാണോ ഈ ജീവിതത്തെ ഉപയോഗിച്ചത്, അവർ ഈ ജീവിതം ഉപയോഗിച്ചിട്ട് എന്താണോ ചെയ്തത്, നമ്മൾ പിന്നെ അതിൻ്റെ പുറകെയാവും. അപ്പോൾ ഒരാൾ അയാളുടെ ജീവിതം ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുണ്ടാക്കിയ ആ മാറ്റത്തിൻ്റെ പുറകെയാവും. അല്ലെങ്കിൽ ഒരു കൂട്ടം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്ത ചില ഗുരുക്കന്മാരുണ്ടാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണതെങ്കിൽ, കണ്ടതെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെയാവും. കാരണം എന്താ? നമ്മളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ബേസിലാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തി നോക്കുമ്പോൾ അത് മുഴുവൻ പൊട്ടത്തരം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അത് ഭയങ്കര മഹത്തരമായ അവസ്ഥയല്ലേ? കാരണം അതുള്ളത് കൊണ്ടല്ലേ പലർക്കും മഹാനാവാനും ശാസ്ത്രജ്ഞനാവാനും അല്ലെങ്കിൽ എന്തെല്ലാം ആവാൻ സാധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? അതിനെല്ലാം കാരണം ഈ ജീവിതം പ്രവർത്തിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങളിലും എന്നിലും ഇതല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മാഹാത്മ്യത്തെ തിരിച്ചറിയണതെന്ന് അറിയാൻ നമുക്ക് സാധിക്കും. അതല്ലേ ഏറ്റവും വണ്ടർഫുൾ. അല്ലാതെ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, മനസ്സിലായോ?